അണ്ണാ തണുപ്പോടൊരു 3 ഐസ്ക്രീം കൊടുക്കി ഇതുപോലെ മഞ്ഞ ഇതുപോലെ കുഴല് പോലത്തെ 4 മതി. ഭയങ്കര തണുപ്പെണ്ണ. വെറുതെ കളയണ്ടെന്ന് വെച്ച് തിന്നെയാണ് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ സുന്ദരിമണികളെയും കൂട്ടിയിട്ട് നമ്മുടെ ലൊല്ലിനോല് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള കേട്ടോ. ഞാൻ പറഞ്ഞുതരാം ആരൊക്കെയുണ്ട്. ഇതെന്റെ സുസു, ഇതെന്റെ സ്വാതി, എന്റെ സ്നേഹമോൾ, അനുക്കുട്ടൻ, എന്നിതുപോൾ. നമ്മളാട്ടോ പോയത്. നമ്മൾ ആദ്യം ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തേ. അതിനുശേഷം അവിടുത്തെ മെയിൻ ആയിട്ടായിട്ടെന്താ പാനിപ്പൂരി, പിന്നെ ബേൽപൂരി, അതിന് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. തൈരൊക്കെ ഒഴിച്ചെന്നെ ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ മെയിൻ സിഗ്നേച്ചർ ആയിട്ടാണ് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ സ്വാതി സ്വയം അത് കഴിച്ച് മാതൃകയായി എങ്ങനെ കഴിക്കാമെന്ന് കാണിച്ചു തരുന്നു. അതിനുശേഷം ഞാനൊന്ന് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ പാവാട്ടോ വാങ്ങിയിട്ടുണ്ടായ. ഇത് എന്തോ സൊള്ളുന്നുണ്ടാവും, നമ്മൾ മൈൻഡ് ആക്കണ്ട. ചിക്കൻ പാവ് വന്നതിന് ശേഷം പക്ഷെ അത് തീർന്ന വഴി നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എന്തായാലും ട്രൈ. പിന്നെ ഒരുപാട് നാളത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഒറ്റവാക്ക് പറഞ്ഞാൽ നൊട്ടിയും നുണയും പറഞ്ഞു. പക്ഷെ ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമായിട്ട്. ക്വാളിറ്റി ടൈം തന്നെ പറയാം. ഫുഡ് കഴിച്ച് ഹാപ്പിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.